ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മെക് സ്റ്റുഡിയോ. അപ്പോൾ ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പരയ്ക്ക് നാളെ അങ്ങനെ തുടക്കം കുറിക്കാൻ പോവുകയാണ്. ഹൈദരാബാദിലെ സ്റ്റേഡിയത്തിൽ ക്ലാസിക് പോരാട്ടത്തിലാണ് ഇത്തവണ അരങ്ങൊരുങ്ങാൻ പോകുന്നത്. നമുക്കറിയാം, ഇരു ടീമുകളും നേരത്തെ തന്നെ സ്കോഡൊക്കെ പ്രഖ്യാപിച്ച് സെറ്റായിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ന് താരങ്ങളുടെ പത്രസമ്മേളനങ്ങളും വളരെ ചർച്ചയാവുകയാണ്. ഏറ്റവും പ്രകടമായ കാര്യം തന്നെയായിരുന്നു ഇംഗ്ലണ്ടിൻ്റെ ബാസ്ബോളിനെ കുറിച്ച് ഇന്ത്യൻ താരങ്ങൾ പറഞ്ഞത്. നേരത്തെയുള്ള വീഡിയോകൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് ഇപ്പോൾ ഞാൻ എത്തിയിട്ടുള്ളത് ഇന്ത്യ വേഴ്സസ് ഇംഗ്ലണ്ട് പോരാട്ടത്തിലെ ഇരു ടീമുകളുടെയും 11 എങ്ങനെയായിരിക്കും എന്നതാണ്. ഇംഗ്ലണ്ട് നേരത്തെ തന്നെ, അല്ലെങ്കിൽ ഇന്ന് കുറച്ച് മണിക്കൂറുകൾക്ക് മുൻപ് തന്നെ അവരുടെ ഒഫീഷ്യൽ അല്ലെങ്കിൽ ഔദ്യോഗികമായി തന്നെ അവരുടെ ആ ഒരു സ്റ്റാർട്ടിംഗ് 11 നാളത്തെ ഫസ്റ്റ് ടെസ്റ്റിനുള്ള 11 പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് ഇന്ത്യയുടെ നിര എങ്ങനെയായിരിക്കുമെന്നാണ്. നമുക്കറിയാം, വിരാട് കോഹ്ലി അടക്കമുള്ള സൂപ്പർ താരങ്ങളില്ലാതെയാണ് ഇത്തവണ ഇന്ത്യ ഇംഗ്ലണ്ടിനെ നേരിടാനൊരുങ്ങുന്നത്. സോ അതിൽ തന്നെ മികച്ച ഒരു ലൈനപ്പ് തന്നെ, ഒരു മികച്ച യുവതാരങ്ങൾ നിറഞ്ഞ ഒരു ലൈനപ്പ് തന്നെയായിരിക്കും നാളെ ആദ്യ ടെസ്റ്റിന് ഇന്ത്യൻ നിരയിൽ അണിനിരക്കാൻ പോകുന്നത്. ഫസ്റ്റ് നമുക്ക് ഇംഗ്ലണ്ടിൻ്റെ 11ലേക്ക് വരികയാണെങ്കിൽ സാക് ക്രോളി, ബെൻ ഡക്കറ്റ് തുടങ്ങിയ താരങ്ങളുടെ ഓപ്പണിംഗ് ലൈനപ്പും, ഒലി പോപ്പ്, ജോ റൂട്ട് തുടങ്ങിയ ജോണി ബെയർസ്റ്റോ തുടങ്ങിയ ബാറ്റ്സ്മാൻമാർ, ഒപ്പം നായകൻ വെടിക്കെട്ട് സ്റ്റാർ ഓൾറൗണ്ടർ ബെൻ സ്റ്റോക്സ്, ബീൻ ഫോക്സ്, റഹൻ അഹമ്മദ്, ടോം ഹാറ്റ്ലി, മാർക്ക് വുഡ്, ജാക്ക് ലീച്ച് എന്നിവരാണ് ഇംഗ്ലണ്ടിൻ്റെ ആദ്യ ടെസ്റ്റിന് അവർ ഒഫീഷ്യലായി പ്രഖ്യാപിച്ച 11 എന്ന് പറയുന്നത്. ഒന്നുകൂടി നോക്കാം. ബാറ്റ്സ്മാൻമാരെ സാക് ക്രോളി, ബെൻ ഡക്കറ്റ്, ഒലി പോപ്പ്, ജോ റൂട്ട്, ജോണി ബെയർസ്റ്റോ, ഓൾറൗണ്ടർ സ്റ്റാർ നായകൻ ബെൻ സ്റ്റോക്സ്, ബെൻ ഫോക്സ്, റെഹാൻ അഹമ്മദ്, ടോം ഹാറ്റ്ലി, മാർക്ക് വുഡ്, ജാക്ക് ലീച്ച് എന്നിവരാണ് ഇംഗ്ലണ്ടിൻ്റെ 11 എന്ന് പറയുന്നത്. ഇനി ഇന്ത്യയുടെ നിരയിലേക്ക് വരുവാണെങ്കിൽ ഇന്ത്യ ഇതുവരെ ഒഫീഷ്യലായി തങ്ങളുടെ സ്റ്റാർട്ടിംഗ് 11 പ്രഖ്യാപിച്ചിട്ടില്ല. എന്തായാലും നമുക്കൊരു പ്രഡിക്റ്റ് അല്ലെങ്കിൽ ഒരു മോസ്റ്റ് പ്രോബബിൾ 11ലേക്ക് വരികയാണെങ്കിൽ മോസ്റ്റായിട്ടും നാളെ ഇന്ത്യ ഈ ഒരു 11 തന്നെയായിരിക്കും അണിനിരത്താൻ പോകുന്നത്. ഓപ്പണിങ്ങിൽ രോഹിത്തിനൊപ്പം യുവതാരം യശസ്വി ജയ്സ്വാൾ ആയിരിക്കും ഇത്തവണ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യാൻ എത്തുന്നത്. 1 ഡൗൺ ബാറ്റ്സ്മാനായിട്ട് ശുഭ്മാൻ ഗില്ലും, 4-ാം നമ്പറിൽ ശ്രേയസ് അയ്യരും, 5-ാം നമ്പറിൽ KL രാഹുലുമായിരിക്കും നാളെ ടോപ്പ് ഓർഡർ ബാറ്റിങ്ങിൽ ഇറങ്ങാൻ പോകുന്നത്. ഒപ്പം വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് നമുക്കറിയാം KL രാഹുൽ ഇത്തവണ വിക്കറ്റ് കീപ്പർ ആയില്ല എന്ന് നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ട്. സോ അതിനാൽ തന്നെ യുവതാരം KS ഭരത് നാളെ ഇന്ത്യക്ക് വേണ്ടി വിക്കറ്റ് കീപ്പർ ഗ്ലൗസ് അണിയും. ഒപ്പം സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചായതിനാൽ തന്നെ ഇന്ത്യയുടെ ലോകോത്തര സ്പിന്നർമാരായിട്ടുള്ള രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും നാളെ 11-ൽ മോസ്റ്റ് പ്രോബബിൾ അല്ലെങ്കിൽ 100% ഇന്ത്യയുടെ ഈ നിരയിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. പുറമെ പേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ്, മുകേഷ് കുമാർ എന്നിവരടങ്ങുന്ന ഇന്ത്യയുടെ മികച്ച 3 പേസ് ട്രയോ ആയിരിക്കും നാളെ ഇറങ്ങാൻ പോകുന്നത്. ഒരു പക്ഷേ നമുക്കറിയാം, സ്പിന്നർമാരെ തുണയ്ക്കുന്ന പിച്ചുകൾ തന്നെയാണ്. അതിനാൽ തന്നെ അതോടൊപ്പം തന്നെ ഇംഗ്ലണ്ട് ബാസ്ബോൾ രീതി കളിക്കുന്ന ടീം ആയതിനാൽ തന്നെ സ്പിന്നിനെ കളിക്കാൻ അത്രയ്ക്ക് പാടായിരിക്കും. സോ അതിനാൽ തന്നെ ഒരു പക്ഷേ മുകേഷ് കുമാറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കുൽദീപ് യാദവ്, അക്സർ പട്ടേൽ എന്നിവരിൽ ഒരാൾ കൂടി 11ലേക്ക് അഡീഷണൽ സ്പിൻ ബൗളറായിട്ട് 11ലേക്ക് എത്താൻ സാധ്യതയുണ്ട്. മോസ്റ്റ് പ്രോബബ്ലി ഈ ഒരു 11 തന്നെയായിരിക്കും ഇന്ത്യ ആദ്യ ടെസ്റ്റിന് അണിയറിൽ ഒരുക്കാൻ പോകുന്നത്. ഒന്നുകൂടി വായിക്കാം. ഓപ്പണിങ്ങിൽ നായകൻ രോഹിത് ശർമ്മയ്ക്കൊപ്പം യുവതാരം യശസ്വി ജയ്സ്വാൾ ഇന്നിങ്സ് ഓപ്പൺ ചെയ്യും. പിന്നീടുള്ള ബാറ്റിംഗ് ലൈനപ്പിലേക്ക്, ടോപ്പ് ഓർഡർ ബാറ്റിംഗ് ലൈനപ്പിലേക്ക് ഗില്ലും ശ്രേയസ് അയ്യരും KL രാഹുലും എത്തും. വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാനായിട്ട് KS ഭരതും, സ്പിന്നർമാരായിട്ട് രവിചന്ദ്രൻ അശ്വിനും രവീന്ദ്ര ജഡേജയും, പേസ് ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ഇന്ത്യയുടെ കരുത്തുറ്റ പേസർമാർ ജസ്പ്രീത് ബുംറ, മുഹമ്മദ് സിറാജ് എന്നിവർക്കൊപ്പം ഏറ്റവും റീസെൻ്റായി കഴിഞ്ഞ സൗത്ത് ആഫ്രിക്കൻ പരമ്പരയിലും അഫ്ഗാനിസ്ഥാൻ T20 പരമ്പരയിലും അടക്കം ഇന്ത്യയ്ക്ക് വേണ്ടി വെട്ടിക്കെട്ട് ബോളിംഗ് പ്രകടനം കാഴ്ചവെച്ച യുവതാരം മുകേഷ് കുമാർ കൂടി ചേരും. ഒരുപക്ഷേ സ്പിന്നർമാരെ കൂടുതലായി തുണയ്ക്കുന്ന പിച്ചായതിനാൽ തന്നെ മുകേഷ് കുമാറിനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കുൽദീപ് യാദവ് അല്ലെങ്കിൽ അക്സർ പട്ടേൽ തുടങ്ങിയവരിൽ ഒരാൾ കൂടി അഡീഷണൽ സ്പിൻ ബോളറായിട്ട് 11ലേക്ക് എത്തും. ഇതായിരിക്കും മെയിനായിട്ടും ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും നാളത്തെ ആ ഒരു 11 എന്ന് പറയുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടുതൽ വാർത്തകൾക്കായി മെക് സ്റ്റുഡിയോ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.